ഹലോ സർ. പൊതുവെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, AS. അത് CA-യിലാണെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻസിലാണെങ്കിലും CMA-യിലാണെങ്കിലും എന്താണ് സാർ ശരിക്കും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? അതായത് എല്ലാ പ്രൊഫഷനിലും, ഇപ്പോൾ മെഡിക്കൽ സയൻസ് ആയാലും എൻജിനീയറിങ്ങിലായാലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷനിൽ ഒരാൾക്ക് സുഖമില്ലാതായി പോയി, നമ്മൾ ആദ്യം BP ചെക്ക് ചെയ്യുമ്പോൾ 80, 120, അത് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ഈ ലിമിറ്റിൻ്റെ മുകളിലോട്ട് പോയാൽ അല്ലെങ്കിൽ താഴോട്ട് പോയാൽ നമ്മൾ എന്തോ ഒരു അസുഖമുണ്ട് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ്, അല്ലെങ്കിൽ ഷുഗർ ലെവൽ. അതുകൂടാതെ ഇപ്പോൾ സിവിൽസ് പിന്നെ കൺസ്ട്രക്ഷൻസിൽ ഇത്ര സിമെൻ്റ് ഉണ്ടെങ്കിൽ ഇത്ര മണ്ണ് വയ്ക്കണം എന്നൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇലക്ട്രിസിറ്റിയുടെ വയർ ചെയ്യുമ്പോൾ AC-ക്ക് വെക്കേണ്ട വയർ ഇന്ന ഗേജാണ്, സാധാരണ ഒരു ട്യൂബ്ലൈറ്റ് എത്താൻ ഇന്ന ഗേജ് ഉണ്ട്, അങ്ങനെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുപോലെ അക്കൗണ്ട്സ് എഴുതാൻ ഓരോന്നും എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. പൊതുവെ ഇന്ത്യയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ AS എന്ന് വിളിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് നിർമ്മിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ താഴെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. അത് 1977 ഇന്ത്യയിൽ നിലവിൽ വന്ന ബോർഡാണ്. ആ ബോർഡിൻ്റെ മൊത്തം നിയന്ത്രണവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ സ്റ്റാൻഡേർഡ്സ് റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്ത് റിലീസ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, MCA എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. അപ്പം അതാണ് റിലീസ് ചെയ്യുന്നതെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അത് ഉണ്ടാക്കി ICAയുടെ അപ്രൂവോടുകൂടി അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനോട് അവർ റിലീസ് ചെയ്യുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന ഈ ഡോക്യുമെൻറ്റ്സ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പൊതുവേ ഇത് ഡീല് ചെയ്യുന്നത് 4 കാര്യങ്ങളാണ്. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസും ഈവൻസും എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് അതിന് എൻട്രി എഴുതേണ്ടത്, അതിനെങ്ങനെ മെഷർ ചെയ്യണം, എങ്ങനെയാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ ബാലൻസ് ഷീറ്റ് പോലത്തെ സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതുമായിട്ട് സംബന്ധിച്ച് മറ്റ് ഡിസ്ക്ലോഷർ എന്തൊക്കെയാണ്. അപ്പോൾ റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, പ്രസൻറ്റേഷൻ, ഡിസ്ക്ലോഷർ, ഈ 4 കാര്യങ്ങളാണ് പൊതുവെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചെയ്യുന്നത്. ഇനി ഇത് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലല്ലോ. അപ്പം നമ്മൾ വെളിനാട്ടിൽ ഉള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IAS എന്ന് പറയും. അതിനൊരു പുതിയ രൂപമുണ്ട്, അതിൻ്റെ പേര് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും. ഇത്തരം കോഴ്സ് ഇതൊക്കെയാണ് ACCA പോലത്തെ മറ്റു കോഴ്സ്, സമാനമായിട്ടുള്ള അന്തർദേശീയ തരത്തിലുള്ള കോഴ്സുകൾക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ പഠിക്കുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിച്ചാലേ ഇന്ത്യയിലുള്ള കണക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇതിന് പകരം വെളിനാട്ടിലുള്ള കണക്ക് എഴുതാനാണ് IFRS-ഉം ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IAS ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അതുകൂടെ കണ്ടുകൊണ്ട് അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാവുന്നത്. കാരണം ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ഒരു സ്ഥലത്തും വെളിനാട്ടിലെ സ്റ്റാൻഡേർഡ് വേറൊരു സ്ഥലത്തും ആയാൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഈ റിപ്പോർട്ട്സിനെ ബാക്കിയുള്ളവർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് രണ്ടും ഒരുപോലെ ഇരിക്കാൻ വേണ്ടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ നോക്കിയിട്ട്, ഇന്ത്യയിലുള്ള നിയമം നോക്കുക, ഇന്ത്യയുടെ എക്കണോമിക് സിറ്റുവേഷൻ നോക്കുക, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്.